ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വിഷയം സമാധിയായ ചില വിശുദ്ധരെ കുറിച്ചാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രോളിറങ്ങിയ ഒരു കാര്യമാണ് സമാധി. എൻ്റെ അച്ഛൻ സമാധിയായി, എൻ്റെ ഭർത്താവ് സമാധിയായി എന്ന് പറഞ്ഞ് വികാരത്തോടെ പറഞ്ഞത് അത് പിടിച്ച് ഒരുപാട് ട്രോള് ഇറങ്ങിയിട്ടുണ്ട്. സമാധി 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 എന്ന് ആ ഭാര്യ പറഞ്ഞത് അത് വെച്ചുകൊണ്ട് എത്രയോ പേര്, പിള്ളേര്, പ്രായം ചെന്നവര്, സ്ത്രീകള്, അങ്ങനെ പലരും അത് ഒരു ട്രോളാക്കി മാറ്റിയത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു കാര്യം നമ്മുടെ ക്രിസ്തീയ ദർശനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരൊറ്റ കുർബാന സ്വീകരണം കൊണ്ട് സമാധിയായ ഒരു 13 വയസ്സുകാരിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ കുർബാന സ്വീകരണം കൊണ്ട് 13 വയസ്സല്ല, വെറും 11 വയസ്സ് പ്രായമുള്ളപ്പോൾ സമാധിയായ ഒരു വാഴ്ത്തപ്പെട്ട ഇമൽഡ. ഒരു കാര്യം പറയുന്നത് നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അവൾക്ക് നമ്മെ ചെറുപ്പത്തിൽ തന്നെ അതിഭയങ്കരമായിട്ടുള്ള വിശ്വാസം, ഭക്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. മാതാപിതാക്കളും ഭക്തരായിരുന്നു. അവർ ഭക്തിയിൽ ഈ മകളെ വളർത്തി. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ, വാഴ്ത്തപ്പെട്ട ഇമൽഡയ്ക്ക് വെറും 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളോട് ചോദിച്ചു, നിന്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടേ? ഉടനെ അവൾ പറഞ്ഞൊരു കാര്യം, ദിവ്യകാരുണ്യം, ഹോളി കമ്മ്യൂണിയൻ. അന്നത്തെ നിയമപ്രകാരം 14 വയസ്സാകണം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ. ഇവൾക്ക് ആ പ്രായമായില്ല, 5 വയസ്സേ ആയിട്ടുള്ളൂ. ഇനി അതുകൊണ്ട് അവളുടെ ആഗ്രഹം അന്ന് സാധിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. ഇനി മുമ്പോട്ട് പോയി 9ാമത്തെ വയസ്സിൽ ഇവള് ഡൊമിനിക്കൻ സഭയിൽ അവിടെ ചേർന്നു. അവിടുത്തെ ഒരു ഭക്തയായിട്ട് സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവർ വളർന്നു വന്നു. ഒരു പ്രത്യേക ആനുകൂല്യം കൊടുത്ത് അങ്ങനെ ചേർത്തതാണ്. കാരണം ഇവളുടെ ജീവിതം അതുപോലെയാണ്. ഭക്തി അത്ര വലുതായിരുന്നു, ദൈവത്തോടുള്ള സ്നേഹം അത്ര വലുതായിരുന്നു. വാഴ്ത്തപ്പെട്ട ഇമൽഡ ഈ കോൺവെന്റിൽ ഇങ്ങനെ വസിക്കുന്ന കാലം എല്ലാവരുടെയും കൂടെ കുർബാനയ്ക്ക് പോകും. പക്ഷെ അവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അതിന് 14 വയസ്സ് പ്രായമാകണം. അവൾക്കായിട്ടില്ല. 9 വയസ്സ് മുതലാണ് കോൺവെന്റിൽ താമസിക്കുക. ഈ കുർബാന സ്വീകരിച്ചു വരുന്നവരെ കണ്ടിട്ട് കൊതിയോടെ ഇമൽഡ ചോദിച്ചിട്ടുണ്ട്, കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കാൻ പറ്റുമോ? അതെന്താന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ, കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹ അനുഭവത്തിൽ മരിച്ചു പോവില്ലേ? അതിൽ ആത്മീയ നിർവൃതി, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സമാധി ആകില്ലേ എന്നാണ് അവർ ചോദിച്ചത്. ഒരു ഫീസ്റ്റ് ഡേക്ക് രാവിലെ അല്ലെങ്കിൽ ജാഗരണത്തിൻ്റെ ഒരു ബലിയർപ്പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും ഭക്ഷണത്തിനായിട്ട് പോയ സമയത്ത് വാഴ്ത്തപ്പെട്ട ഇമൽഡ ദേവാലയത്തിൽ തന്നെ അല്ലെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അവൾക്ക് ഭക്ഷണത്തോടായിരുന്നില്ല താല്പര്യം. അതുകൊണ്ട് ആ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബാക്കി സിസ്റ്റേഴ്സ് അവരൊരുമിച്ച് കൂടി ഭക്ഷണത്തിനായിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ മദർ നോക്കിയപ്പോൾ ഇമൽഡയെ കാണാനില്ല. 2 സിസ്റ്റേഴ്സിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇമൽഡയെ നോക്ക്, എവിടെയാണെന്ന് നോക്ക്. അവര് പള്ളിയിലുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം അവിടുന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയതാണ്. ബാക്കി സ്ഥലങ്ങളിലെല്ലാം നോക്കി കാണാതെ വന്നപ്പോൾ നേരെ പള്ളിയിൽ നിന്ന് നോക്കി. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട്, പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. അങ്ങനെ മുഴുകിയിരുന്ന ആ ഇമൽഡയുടെ തലയ്ക്ക് മുകളിലായിട്ട് മറ്റൊരു സംഭവം അവർ കണ്ടു. ഒരു തിരുവോസ്തി. അതിങ്ങനെ വായുവിൽ ഒരു പിടുത്തം ഇല്ലാതെ സസ്പെൻഡഡ് ഇൻ ദി എയർ ഒരു തിരുവോസ്തി അങ്ങനെ നിൽക്കുന്നത് ഇവർ കണ്ടു. അതവരെ അതിശയിപ്പിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരോടി ചെന്ന് മദറിനെ വിളിച്ചോണ്ട് വന്നു. മദർ നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ പോയി വികാരിയച്ഛനെ വിളിച്ചോണ്ട് വന്നു. വികാരിയച്ഛൻ ഒരു പീലാസ കയ്യിലെടുത്ത് ഈ ഇമൽഡയുടെ സൈഡിൽ ചേർന്ന് നിന്നപ്പോൾ ഈ തിരുവോസ്തി താഴേക്ക് വന്നിട്ട് ആ പീലാസയിൽ റെസ്ക്യൂ ചെയ്തു. അപ്പോൾ ആത്മാവ് കൊടുത്ത പ്രചോദനം അനുസരിച്ച് അന്നത്തെ നിയമവും കാര്യമൊന്നും നോക്കാതെ കർത്താവ് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ ദിവ്യകാരുണ്യമാണ് എന്ന ബോധ്യത്തോടെ അത് അവൾക്ക് കൊടുക്കാൻ തയ്യാറായി. അവൾ അത് കൊതിയോടെ സ്വീകരിച്ചു. വാഴ്ത്തപ്പെട്ട ഇമൽഡ ആ കുർബാന സ്വീകരിച്ചത് ഒരാത്മീയ നിർവൃതിയിലേക്ക് പോയി. അവളുടെ ജീവിതത്തിൽ ആകപ്പാടെ സ്വീകരിച്ചത് ഒരൊറ്റ കുർബാന സ്വീകരണം, അത്രേ ഉള്ളൂ. അതിലൂടെ ഒരാത്മീയ നിർവൃതിയിലേക്ക് പോയി. പിന്നീട് പറയപ്പെട്ടിരിക്കുന്നത് അതിൽ നിന്ന് അവൾ എഴുന്നേറ്റില്ല. അവളെ സിസ്റ്റർ വന്ന് വിളിച്ച് ഉണർത്താൻ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അവളിരിക്കുന്നത് മരിച്ചാണ്. അവള് സമാധിയായെന്ന്. അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒറ്റ കുർബാന സ്വീകരണത്തിലൂടെ ആ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മളൊക്കെ ഇതിനോടകം എന്തുമാത്രം ബലിയർപ്പിച്ച് കുർബാന സ്വീകരണം നടത്തിയവരാണ്. ഇങ്ങനെ ഒരു ഭാഗ്യം ഭരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനെല്ലാം വിശുദ്ധ കുർബാനയോട് അതുപോലുള്ള ഒരു പ്രണയസ്നേഹം നമുക്കുണ്ടാകണം. അതുപോലെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ബലിയർപ്പിക്കുമ്പോഴാണ് ഇതുപോലത്തെ അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. വാഴ്ത്തപ്പെട്ട ഇമൽഡ 1333 ഈ കുർബാന സ്വീകരണം നടത്തിയത്. അന്ന് ഇങ്ങനെയൊരു ആത്മീയ നിർവൃതിയിലേക്ക് പോയി അവരുടെ ശരീരം അഴുകാതിരിക്കുന്നതാണ്
ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ടാണ് അവർ സാധാരണക്കാർ മരിച്ചതുപോലെ അല്ല മരിച്ചത്, സമാധിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക. അവർ ദൈവത്തിൽ ഒന്നായി, അവരുടെ ശരീരം പോലും ഇന്ന് അഴുകാതിരിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റ് 1-2 വിശുദ്ധരും കൂടിയുണ്ട്. അവർ ഇതുപോലെ സമാധിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിലൊരാളാണ് വിശുദ്ധ ശിമയോൻ, സെയിന്റ് ശിമയോൻ ഓഫ് ദ പില്ലർ. 36 വർഷം വെറും 3 അടി വ്യാസമുള്ള ഒരു പില്ലറിന്റെ മുകളിൽ താമസമാക്കിയ വ്യക്തിയാണ് ഈ വിശുദ്ധ ശിമയോൻ. ആദ്യം 10 അടി ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് പോയി പിന്നീട് 30 അടി വരെ ഉയർത്തി അതിൻ്റെ മുമ്പിൽ വസിച്ച ഒരു വ്യക്തിയാണ് ശിമയോൻ. അവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. കേൾക്കാൻ ജനം താഴെ ഒരുമിച്ച് കൂടുമായിരുന്നു. ഇനി ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടൊക്കെയാണ് ഈ പില്ലറിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നവരുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഉപദേശങ്ങളും കാര്യങ്ങളുമൊക്കെ ശിമയോൻ കൊടുത്തിരുന്നു. 2-3 ദിവസം ഈ ശിമയോനെ നിശ്ചലനായി കാണപ്പെട്ടു. അപ്പോഴാണ് അവർ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന ഒരു കാര്യം, മുട്ടുകുത്തി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ശിമയോൻ. എന്നാൽ പ്രാണനില്ല, മരിച്ചുപോയ അവസ്ഥയിൽ. അദ്ദേഹവും ഏതാണ്ട് സമാധിയായി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 3-ാമതൊരു വിശുദ്ധൻ, വിശുദ്ധ പൗലോസ്, ഈജിപ്തിലെ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്. ഈജിപ്തിലെ ഒരു സന്യാസി. അദ്ദേഹം ചക്രവർത്തി ഒരു പീഡനം അഴിച്ചുവിട്ടപ്പോൾ, അതായത് ഡേസിയൂസ് ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ കാലത്ത് പീഡനം പേടിച്ച് മരുഭൂമിയിലേക്ക് ഓടിയതാണ്. പിന്നീട് പീഡനമൊക്കെ അവസാനിച്ചെങ്കിലും, മതപീഡനം തീർന്നെങ്കിലും ഈ മനുഷ്യൻ തിരിച്ചു വരാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ മരുഭൂമിയിലെ ഏകാന്തവാസം അതാണ് എനിക്കിഷ്ടം. അങ്ങനെ വർഷങ്ങളോളം മരുഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. ഒരിക്കലൊരു മറ്റൊരു സന്യാസി പീറ്റർ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഇനി സാധാരണ ഈ പൗലോസിന് ഒരു കാക്ക, ഏലിയായിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത പോലെ ഒരു കാക്ക എല്ലാ ദിവസവും ഒരപ്പം കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് സാധാരണ സംഭവിച്ചിരുന്നത്. ഈ ആന്റണി സന്യാസി വന്ന ആ ദിവസം 2 അപ്പം കൊണ്ടുവന്നു. നോക്കിയ ദൈവം എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ക്രമീകരിക്കുക. ആന്റണി സന്യാസി അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും ഈ പൗലോസ് ആന്റണിയോട് പറഞ്ഞൊരു കാര്യം, നിന്റെ കൈവശം ഇരിക്കുന്ന അഡ്രസ്സ് അത് ഞാൻ മരിക്കുമ്പോൾ എന്നെ പുതപ്പിച്ച് അടക്കം ചെയ്യാനുള്ളതാണ്. ഇത് പറഞ്ഞിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ ഒരു ദൈവികമായ അറിവിൽ അദ്ദേഹം പറഞ്ഞു. ഈ ആന്റണി സന്യാസി ആ വസ്ത്രമെടുക്കാൻ പോയ സമയത്ത് അത് എടുത്ത് തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഈ പൗലോസ് ഒരു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആ ഒരു പൊസിഷനിൽ കാണപ്പെട്ടു. അദ്ദേഹം നിര്യാതനായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. അതും ഒരു സമാധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരെല്ലാം പ്രാർത്ഥനയിൽ ലയിച്ച് സമാധിയായ വിശുദ്ധരെന്ന് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഈ വിശുദ്ധന് വേണ്ടി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒരു സിംഹം വന്നിട്ട് കുഴി കൊത്തി കൊടുത്തു എന്നാണ്. ആ സിംഹത്തിലാണ് ആന്റണി സന്യാസി കൊണ്ടുവന്ന ആ വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഈ പൗലോസിനെ അടക്കം ചെയ്തത്. ഇവിടെ നമ്മൾ കറതീർന്ന ജീവിതം നയിച്ചാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗ സൗഭാഗ്യമാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മളിന്ന് വയ്ക്കുന്നത്, അന്ധവിശ്വാസം ഭരിക്കുന്ന വ്യക്തികളുണ്ട്, അവർക്കൊരു മാറ്റം വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉടയവനും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ വചനം ധ്യാനിച്ച ഞങ്ങളെ വചനം ജീവിക്കുന്നവരും ആ വചനം പ്രചരിപ്പിക്കുന്നവരുമാക്കണമേ. വചനം ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും അഭിവൃദ്ധിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. അങ്ങയെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗവും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമ്മൾ ഒന്നിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.